സാഗുരു ഒരു പാട്ട് പാടി തരട്ടെ. ചന്ദ്രൻ പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് വിടണം. പാടാൻ പറ്റില്ലെന്ന്. വായിക്കാത്ത ഉള്ള കാര്യം പറഞ്ഞേക്കാം. ആ പുണ്ടച്ചി ഒന്ന് ആരെങ്കിലും എറിഞ്ഞു വിടുവോ അവിടുന്നവനെ? ലെറ്റ്സ് ഗോ അതെ സിറ്റുവേഷൻ എടുക്കാൻ നമുക്ക് ഇനി വേറെ ആരും വേണ്ട. മനസ്സിലായ എടാ ഇവിടെ എന്താ പരിപാടി? അണ്ണ എനിക്കൊരു കാര്യം അണ്ണ ഇതെന്റെ മോള് കുരുവി. കുരുവി നമ്മള് കുറച്ചു മുമ്പ് കണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ കുരുവിയെ കണ്ടായിരുന്നു. മന്ദാരം കുരുവിക്ക് സുഖമല്ലേ? തന്ത മിണ്ടുന്നില്ലേ? സംസാരിക്കടാ. സംസാരിക്ക. എടാ സംസാരിച്ചാ കുരുവിയുടെ അടുത്ത്. കൊഴുവേ എടാ ചന്ദ്ര എങ്ങോട്ട് വന്നേ? എങ്ങോട്ടോ? ഞാൻ വാട്സാപ്പില് ഒരു മെസ്സേജ് അയക്കാം, ഒന്ന് നോക്കുവോ? അതിന്റെ റിപ്ലൈ എനിക്ക് ഇവിടെ പറയണം, പക്ഷെ ഒന്നും റിവീൽ ചെയ്യാൻ പാടില്ലേ. സെറ്റല്ലേ? സെറ്റല്ലേ ചന്ദ്ര? സെറ്റല്ലേ? പിന്നെ ഒന്ന് വിടല്ലേ? മനസ്സിലായൊന്നും ചോദിക്കുന്നില്ല, മനസ്സിലായി കാണത്തില്ല. അയ്യോ അതെ ഞാൻ സാം കെയിൻ. നമ്മളൊരു വട്ടം ബീച്ച് വെച്ച് കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ, എല്ലാ ടിവിയിലും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മൾ മീറ്റ് ചെയ്തത്. അപ്പാപ്പന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് വാസവണ്ണനെ പരിചയപ്പെട്ടു. ഓർമ്മയില്ലെന്ന്? എനിക്കറിയാം, നമ്മള് മറ്റേ മുതുക്കിന്റെ അതാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ക്ലബിലാണ് ബർഗർ ഷോട്ട്. ഓ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ഇപ്പൊ ഇവിടുത്തെ ഇവന്റിന്റെ ഫുഡൊക്കെ നല്ല ഫുഡ് കേട്ടാ, നല്ല ഫുഡായിരുന്നു. പകലും രാത്രി എല്ലാം കഷ്ടപ്പെട്ടിരുന്നുണ്ട്. ഓ നല്ല ഫുഡ് കേട്ടാ, പറയാതിരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്റെ ബ്രിജിയൊക്കെ വാരി കോരി തിന്നു. അവ ചെമ്പ് തക്കിയായിരുന്നു. എന്റെ നമ്പർ 3333. അതെ 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 അതെ. നമ്മ പൂച്ച ഒന്ന് ചെമ്പ് തക്കിയത്. ഐഡിയ ഓ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. എന്റെ പേര് ഡയമണ്ട് ഡ്രാക്കുള. ബ്രോ ഞാൻ എന്തോ കേട്ടില്ല. എന്താ പേരെന്താ? ഓ മല്ലയ്യയുടെ നമ്പർ ഞാൻ അറിയാതെ റിജക്ട് ചെയ്തു. ഒന്നുകൂടെ സേവായി. എനിക്ക് നമ്പർ തരുമോ? എനിക്ക് നമ്പർ തരുമോ? മല്ലയ്യ സാം രണ്ടുപേർക്കും
എന്ത് പാസ്വേഡിന്റെ എന്തൊക്കെയാ പറയുന്നേ? ഹലോ ബ്രോ ഒന്ന് റേഡിയോ 11 കേറി റേഡിയോ ഏതാ മച്ചാനെ? റേഡിയോ 11 ഇപ്പൊ പാട്ട് തുടങ്ങുമ്പോ എല്ലാരും ഒന്ന് നിശബ്ദത ആയി കഴിഞ്ഞാൽ പാട്ട് തുടങ്ങായിരുന്നു. അണ്ണാ നമ്പർ 3333 തീർന്നതാണ് എന്താ നിന്റെ പേര്? എൽദോ ആണോ? എന്റെ പേരാ ഡയമണ്ട് ഡയമണ്ട് ട്രാക്കുള്ള ഒന്നും കാണിക്കുന്നില്ല ഇവിടെ. ജോബിലും കാണും, സ്റ്റേഡിയത്തിലും എടാ ഷെയർ ചെയ്യാൻ കാണുന്ന പേര് കാണിക്കുന്നില്ലെന്ന്. ഹലോ അണ്ണാ കിട്ടുമോ നോക്കിയത് അണ്ണാ ട്രിവിനെ ഇപ്പൊ കിട്ടും എന്ത് ഞാൻ എല്ലാവരോടും സേവ് ചെയ്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാവൂലോടാ വിളിക്കുന്ന സമയത്ത്. അതാ പ്രശ്നം. ചന്ദ്ര അവിടെ നിന്നോ ഞാനങ്ങ് എടുത്തുതരാം. അണ്ണൻ ഭക്ഷണ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു. ഇതാരായത്? മാക്കാണോ? തൊപ്പിയിലുണ്ടായിരുന്ന മാക്കോ? തെണ്ടി നാനല്ലേ, അതിനെക്കാട്ടി വലിയ തെറ്റി ഇടട്ടോ. നമുക്കൊരു ഫോട്ടോ എടുക്കണ്ടേ വാസുള്ളതിലൂടെ? പാട്ടൊക്കെ തീരട്ടെ. എന്താ മിണ്ടായിരിക്കാത്തെ? നൈസല്ലേ? നൈസ് ബ്രോ, നൈസ്. കിടിലം. അയ്യോ എനിക്ക് വയ്യ ബ്രോ, എന്റെ തൊണ്ട എല്ലാം ഇതായിട്ടിരിക്കുവോ. എനിക്ക് ഒട്ടും വയ്യായിരിക്കോ. സത്യോടും വയ്യ. അണ്ണനൊക്കെ ഒന്ന് മൂലയാ മതി പാട്ടാവും. കണ്ണീർ ഒന്ന് കൈയോടെ മാട്ട പോയി പാട്. ചന്ദ്രു ഒന്ന് പാട്. ചന്ദ്രു എനിക്ക് അലീനയ്ക്ക് വേണ്ടിയാണ്. ചന്ദ്ര ഒരു പാട്ട് പാടി. ചന്ദ്ര സ്റ്റേജ് കയറി ഒരു പാട്ട് പാടിയ ഇപ്പൊ GP 1000 രൂപ 1000 കല്ലിൽ നഷ്ടങ്ങൾ പുറത്ത് സംഭവിക്കും. സാഡിയുടെ വ്യത്യാസം ഇറങ്ങാനൊക്കെ ഒറ്റ പോകാൻ ഇവിടെ എന്താ വണ്ടി? ഗിത്താറിന്റെ വയർ കുത്തിയിട്ടില്ല കേട്ടാ. പയ്യോടെ പൊട്ടമ്പളേ. അവിടെ കേട്ടോ ചന്ദ്ര പാടാൻ പറ്റില്ലെന്ന്. ചന്ദ്രു ചെറിയൊരു
തൊണ്ടയ്ക്കൊരു പ്രശ്നം പറ്റുള്ളൂ. അടിപൊളി ബ്രോ, അടിപൊളി അടിപൊളി, കിടല കിടല കിടല. എടാ ചന്ദ്ര, നീ ഇവിടെ ഇരുന്ന് വലിയ പോണെങ്കിൽ നീ സ്റ്റേജ് പോയി പാട്, സ്റ്റേജ് പോയി പാടുന്ന. അന്നു മാത്രം സ്പെഷ്യൽ ഉള്ളൂ. ചന്ദ്രന് ഞാൻ തന്നില്ലേ? എന്താ കേട്ടില്ല? സ്പെഷ്യൽ സാധനം തരാന്നാണ് അവന്റെ സ്പെഷ്യൽ താരം അണ്ണന്റെ ഇൻവെന്ററി. സാബുര് വണ്ടിയുടെ കാര്യം പറഞ്ഞോടാ. ഏത് വണ്ടി? വണ്ടി എന്താ വിളിച്ചേ സാബുര്? വില്ലുമനോ പാടുന്നേ? എനിക്ക് മറ്റേ ആ കിട്ടി കിട്ടി. പിന്നെ ജീ ബ്രൗണി ഐസ്ക്രീം. ബാറ്റ്മാൻ അല്ലേ? ഓടിച്ച വണ്ടിയല്ലേ? അത് കൊള്ളാം, നൈസ്. ഓ അതെ, പറഞ്ഞു. ഒന്ന് ഇവിടെ വരും പിന്നെ സംസാരിക്കാം. അണ്ണ ഇവിടെ ഇവിടെ അണ്ണ ഞാൻ ഗിറ്റാർ വെച്ച പുള്ളി. ഓ ഹലോ ഹലോ അണ്ണ, ഹലോ അണ്ണ, ഞാനാണ് ഇപ്പൊ പാട്ട് പാടിയത്. എന്റെ പേര് മാക്. ഓ മാക് കിടിലം കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. അടിപൊളി 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 അടിപൊളി. ഞാൻ അവിടെ ഒരു പരിപാടി ചെയ്യാൻ വന്നായിരുന്നു, പക്ഷെ നിങ്ങൾ ആരും കണ്ടില്ല. അതുകൊണ്ട് ഒരാളോട് ചോദിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഒരു പരിപാടി ചെയ്യേണ്ടി വന്നു ഇവിടെ നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ. ഗ്യാങ് ഹൗസ് പരിപാടി ചെയ്തോ ഓൾറെഡി? ഇല്ല ഇല്ല ഇല്ല, ഗ്യാങ് ഹൗസ് യാതൊരു റിവ്യൂ എടുക്കാൻ വന്നു, പക്ഷെ ആരും കണ്ടില്ല. അപ്പൊ ഒരു ദിവസം നമുക്ക് പരിപാടി സെറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾ ആരും ഇല്ലായിരുന്നു അവിടെ. അതാണ് ഞാൻ പിന്നെ ജുഗുറിനോട് ചോദിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. സീനില്ല 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 സീനില്ല. മന്ദാരം എന്താടാ? ഇല്ല വയ്യടാ, വയ്യ വയ്യ വയ്യ. ഓ ഓക്കെ ഓക്കെ. ഇതെന്റെ മോൻ തപ്പടു മോനെ. ഇത് നമ്മ വാസോണ്ട. നിനക്ക് എത്ര പിള്ളേരുണ്ട് ഈ സിറ്റിയില്? 5 മക്കള്. വന്നപ്പോഴേ ചെലവ്. നിന്റെ തൊണ്ടയെ പോറ്റുന്ന പാട് തന്നെ എനിക്കറിയാം. പിന്നെ നിന്നെയും കൂടെ ഞാൻ പോറ്റാ. തന്നിട്ടുണ്ടോ പറയാ? അയ്യോ മോനെ, ഞാൻ പണ്ടേ അങ്ങനെയാ. ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. അവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നിടയ്ക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല നല്ലത്. കഴിഞ്ഞിട്ട് പറയാം. ഭയങ്കര ഡിസ്റെസ്പെക്ട് ആയിക്കട ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക്. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരവിടെ ഇരുന്ന് എഫേർട്ട് ഇട്ട് സംസാരിക്കാൻ, നമ്മൾ അവിടെ ഇരുന്ന് മറ്റേ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പാട്ട് പാടുന്നുണ്ടോ? അതിന് മൂഡ്. നമുക്ക് സമാധാനത്തോടെ പരിപാടി കാണണമെങ്കിൽ ഉണ്ടല്ലോ, ഇവരാരും കാണാതെ ഇതിന്റെ മണ്ടേ പോണം, എന്നിട്ട് ഇവിടുന്ന് സ്റ്റേജ് കാണണം. നല്ല വ്യൂ ഉണ്ടല്ലേ? ഹലോ ഹലോ ഫ്രീ ആണോ? അല്ല, ഞാൻ പരിപാടി കാണുവാ. ബിസിയാണോ? അതെ. ഒരു 10 മിനിറ്റ് കിട്ടോ? 10 മിനിറ്റാ? 10 ആവുമ്പോ അത്രക്ക് സമയം വേണ്ടേ? 10 മിനിറ്റ് കിട്ടുമോന്ന്? എന്ത് അണ്ണനെ കിട്ടുന്ന എങ്ങനെ പറയുന്നത്? മന്ത്രി കുമാരനോടിഷ്ടമായി. ഉറക്കം കിട്ടില്ല അണ്ണാ, പറ പ്ലീസ്. അയ്യേ, നിങ്ങളൊന്നും ഈ ടിവിയുടെ കാര്യത്തിലൊന്നും ഇങ്ങനെ ആവല്ലടാ ഒരു കാര്യത്തിലും.
സ്വന്തം കാര്യത്തിലല്ലാതെ വേറെ ഒരു കാര്യത്തിനും ഇങ്ങനെ എക്സൈറ്റഡ് ആവരുത്. വെറുതെ ഞാൻ പറഞ്ഞില്ലേ, എന്റർടൈൻമെന്റ് പർപ്പസിന് മാത്രം ഇത് കാണുക. വായിക്കാത്ത ഉള്ള കാര്യം പറഞ്ഞേക്കാം. ചന്ദ്രട്ടാ ഫ്ലോയിൽ പെട്ടെന്ന് പോയി. ചന്ദ്രൻ ആദ്യാനുരാഗത്തിൻ ആതിര പൊയ്കയിൽ പാവണി തെന്നലായവരലഞ്ഞു. ഇതെന്താ? എനിക്ക് വേണ്ട, ഞാൻ കുടിക്കൂല. പിന്നെയല്ലേ ഞാനോർത്ത് ആ പെണ്ണങ്ങാനെ കിളവാന്ന് വിളിച്ചിരുന്നുണ്ടല്ലോ ഞാൻ. ഓ ഹലോ വാസോണ്ട് ഇങ്ങോട്ടൊന്നേ. എത്ര നാളെ ഇതാരായിരുന്നു? അയ്യോ സത്യല്ലേ, എത്ര നാളെ കേട്ടിട്ട്. സുഖല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പാത്തു സുഖല്ലേ നിനക്ക്? പിന്നെ എത്ര നാളെ കണ്ടിട്ട്? പിന്നെ സിറ്റിയിലില്ലായിരുന്നോ കുറച്ചു നാളായിട്ട്? ഞാൻ പുറത്തു പോയായിരുന്നല്ലേ? ഇപ്പഴാണല്ലേ തിരിച്ചു വരുന്നേ? ഞാൻ 1.5 മാസമായി വാസോണനെ കണ്ടില്ല. ഞാന് വന്നിട്ട് ആദ്യം വാസോണനെ കാണാമെന്ന് വിചാരിച്ചതാ. പക്ഷെ അയ്യോ ഞാൻ 1 മാസമായിട്ട് കുറച്ചൊരു ഗ്യാപ്പിലായിരുന്നു, അതാണ്. ഓ സുഖമായിട്ട് പോണ്. ബോബോയുടെ ലവർ. ഇല്ല, എങ്ങനെയുണ്ട്? എന്തൊക്കെ ഇത് ഹെയ്ലി മേഡം ആണോ? നല്ല നല്ല വിശേഷം, എല്ലാം നന്നായിട്ട് പോകുന്നു. ബസ് സ്റ്റാൻഡൊക്കെ എന്തോ ബസ് സ്റ്റോപ്പൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ നാട്ടുകാരുടെ മുമ്പില് പൊടിയിടാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നതല്ലേ കുട്ടി, അറിയാലോ. എന്തായാലും പറഞ്ഞ കാര്യം ചെയ്തല്ലോ ചേച്ചി. എന്ത്? ബസ് സ്റ്റോപ്പ് പണിയെന്ന് പറഞ്ഞു. അവളെ കള്ളിയാണ് അവളെ വിശ്വസിക്കരുത്. കുടിച്ച വെള്ളത്തിൽ പോലെ ചാവാൻ കിടക്കുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം ഉള്ളത് മേടിച്ച് തീർക്കരുത്. അതിനെപ്പറ്റി സംസാരിക്കില്ല സാങ്കുരു. അതെ സ്കൂളൊക്കെ ഉണ്ട്. കിടല അവിടെ ഒരാൾ തൊണ്ട കീറി കിടന്ന് പാടറ്. പറഞ്ഞോ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റും. അതെന്താ? സംസാരമായിട്ട് അത് സത്യം. അതാ പാട്ട് ഞാൻ പാടുകയാണ്. എന്താണ് നീ എന്താണ് കാതൽ മഴയായി തനുവിൽ ചേരും. പക്ഷെ നമുക്ക് ബാങ്ക് കണ്ടിട്ടുണ്ടായിരുന്നോ? ബാങ്കോ? നമ്മളെ പുതിയ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിറ്റി. ഇനി എന്തെങ്കിലും തുടങ്ങുന്നുണ്ട് ഇവിടെ? ഇല്ല, ഞങ്ങള് ബാങ്കും പബ്ബും മാത്രമേ ഉള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. വേറെ പരിപാടികളൊക്കെ ചെയ്തതല്ലാതെ നമ്മുടെ മെയിൻ ബിസിനസ് അത് രണ്ടുമാണ്. ഉണ്ടായിരുന്നു, അത് നമ്മുടെ ഗവൺമെന്റിനെ ഏൽപ്പിച്ചു. ഇവിടെ എന്റെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്തു. പ്രൈവറ്റ് ഐലൻഡ് അല്ലേ? ഒരു 3 ഹട്ട്. ഇതല്ല പ്രൈവറ്റ് ഐലൻഡ്, ഇത് സിറ്റിയിലാണ് വേറെ. ഇത് ജസ്റ്റ് ഇവിടെ ഇവർക്കൊരു എന്താ പറയാ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു ബെഡ്റൂം നന്നായിട്ട് പാടുന്നുണ്ട്. നൈസല്ലേ?
ബ്ലാക്ക് മാഫിയിലെ പയ്യനാണ്. ആ തനുവിൽ ചേരും ആരാണ് നീ ആരാണ് അടിപൊളി ബ്രോ, അടിപൊളി 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 അടിപൊളി. അടുത്തത് എല്ലാരും ഇത് പ്രകാരം അലീന ചന്ദ്രന്റെ ഒരു പാട്ട് റേഡിയോ ഇറങ്ങണേ. പാടിക്കോ. സഭ മറ്റേ DJ എപ്പരാ? നൈറ്റ് ഞാൻ ഉണ്ട്. വരുന്നതിന് മുമ്പ് പാട്ടൊക്കെ ഓൾറെഡി ഗസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരേട്ടാ. മുഹമ്മദ് ബിഫോർ ദ ഡിസാസ്റ്റർ. സത്യം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10 മെമ്പർഷിപ്പ് ബ്രോ, താങ്ക് യു സോ മച്ച്. നാരദൻ പാടും നാരദൻ നീയോടെ സാഗുരന് ഒരു പാട്ട് പാടി കൊടുക്കല്ലേ? എല്ലാവരുടെ ശ്രദ്ധിക്ക്. ചന്ദ്രൻ ഒന്ന് പെട്ടെന്ന് സ്റ്റേജിലോട്ട് വരുമോ? സാഗുരു ഒരു പാട്ട് പാടി തരട്ടെ? റേഡിയോയിൽ അനൗൺസ് ചെയ്യോ? ഞാൻ ഇവിടെ നിന്ന് പാടിക്കോളാം. റേഡിയോ അനൗൺസ് ചെയ്തേ. വേറെ പാടുന്നു. ഒരു പാട്ട് പാടി കൊടുക്കാം. നമ്മളെ പരിപാടിക്ക് വിളിച്ചല്ലോ. ഓക്കെ. ഓക്കെ, സാബ്ഗുരുവിന്റെ എല്ലാ വെഞ്ചേഴ്സിനും ഒരു ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ആൻഡ് ഡെഡിക്കേറ്റിംഗ് ഈ പാട്ട് സാബ്ഗുരുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കോവിലിൻ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടി ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കിഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുൻതന്തിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടുന്നൊരാ ഇനങ്ങളിൽ നിൻമൗനമോ പൂമാനമായി നിൻരാഗമോ പൂപ്പാളമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ. Thank you so much. Thank you for the അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഗുരു. എല്ലാം അടിപൊളിയായിട്ട് പല നടക്കട്ടെ. കിച്ചൺ വരെ ഡ്രോപ്പ് ചെയ്യണേ കിച്ചു. ഹെലിയുണ്ടോ ബ്രോ? ഓടിച്ചോ, ഞങ്ങൾ പാട്ടോട് പാടാ. എന്റെ തൊണ്ട വയ്യടാ. ഞാൻ അതാ ചുമ എനിക്ക് ഹൈ ഒക്കെ എടുക്കുമ്പോ ചുമ വരുന്നു, മനസ്സിലായ? ഞാൻ ഇടയ്ക്ക് അത് വെച്ചാ അതാ ചുമച്ചത്. ചന്ദ്രൻ പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടുന്ന് വിടണം.
എലിവേഷൻ ഒന്നും വന്നില്ലല്ലേ? ചിന്ന ചിന്ന ഇതിലെവിടെയാണ് നമ്മുടെ ഗ്യാങ് ഹൗസ്? ചന്ദ്രலாம் உள்ளதா இருக்கானே. ചന്ദ്ര മന്ദാരം നമ്മുടെ ഗ്യാങ് ഹൗസ് ഒക്കെ എടുത്ത് കളഞ്ഞെന്ന് തോന്നട്ടോ മാപ്പിൽ നിന്ന്. ഇവിടെയാണോ? എന്റെ കമന്റ് പോയേ, ഞാൻ കമന്റ് ഒന്ന് എടുത്തോട്ടെ കഴിച്ച് നിങ്ങളുടെ. ഓക്കെ 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 അപ്പൊ പോയിട്ട് 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 ഓക്കെ 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 ഓക്കെ. എടാ നമ്മുടെ ഇതെങ്ങോട്ടാന്ന് അറിയാവോ? ആര് കേറിയില്ലേ? ഇതെങ്ങനെ താക്കുന്നതെന്ന് പറഞ്ഞേ. നമ്പർ പാഡൊന്നും ഇല്ല എനിക്ക്. ഇല്ല ഓക്കെ 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 ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. അവരെ വിളിക്ക് കേറാൻ പറ. മന്ദാരം ചന്ദ്രനോടൊക്കെ വരാൻ പറ. മന്ദാരം എടാ ഇവന്മാർ ഇവിടെ അടുത്തുള്ളവന്മാരൊക്കെ ഉണ്ട്. മാർക്കിൽ ബാക്കിൽ വാ അണ്ണ നേരെ ഫ്രണ്ടിലുണ്ട് കോച്ചൊക്കെ. എവിടെയെന്ന് ചോദിച്ചത് കോച്ച. ഹെലി കിടക്കുന്ന അവിടെ. ഹെലി കറക്റ്റായിട്ട് പാർക്ക്. നമ്മള് പൊങ്ങി നിൽക്കുന്ന ഹെലി. നമ്മള് ഇല്ലില്ല അണ്ണനുണ്ട് വണ്ടിയിലുണ്ട്. പെട്ടെന്ന് അണ്ണനെ ഓടിക്കുന്നത്. ആ പുണ്ടച്ചി ഒന്ന് ആരെങ്കിലും എറിഞ്ഞു വിടുവോ അവിടുന്നവനെ? എടാ എന്നാലും നമ്മുടെ ഗ്യാങ് ഹൗസ് ആരുടെ അടുത്ത് മാറ്റിയത്? അണ്ണനെ ഹെലി ഓടിക്കുന്നത്. റേഡിയോ ഇറങ്ങി ഓടിയാലോടാ. ഞാൻ സ്റ്റേജിൽ ഇടിച്ചിറക്കട്ടെ. ഒരു പാട്ട് പാടുന്നത്. ഇത് സ്റ്റേജ് എവിടെ? നല്ല ഗായകരുണ്ട്. ഗായകരില്ലാത്തവരൊന്നും നമ്മള് ചത്ര ഈ വണ്ടി പൊങ്ങണില്ല. സെറ്റ് ഒന്നായില്ല ചിൽ സൂപ്പർ അതെ. നമ്മുടെ ഗ്യാങ് ഹൗസ് ഒന്ന് മാർക്ക് ചെയ്യോ? ഇതെന്ത് ഇങ്ങനെ പോണേ? ഇത് ഇതെന്താ റിവേഴ്സ് പോണേ? ഞാൻ ഹെലിയില് നിന്നെ എത്ര വിളിച്ചു? ആ ഇപ്പൊ ഓക്കെ അല്ലേ? സ്റ്റേബിൾ അല്ലേ? ഞാനേ ഹെലിയും കൊണ്ട് അണ്ണം പറപ്പിക്കുക. താഴേക്ക് ഇറക്കാൻ പറ്റത്തില്ല. എന്താടാ താഴെ ഇറക്കാൻ പറ്റും? താഴെ ഇറക്കാൻ അറിയത്തില്ല. ഓ നമ്മള് റിബൽ ബിൽഡിങ്ങിന് മണ്ടൊക്കെ ഇപ്പൊ അല്ലേ? അല്ല യൂട്യൂബ്സിന്റെ മണ്ടയ്ക്ക്. അന്നാ നമ്മള് ഫ്രണ്ടിലോട്ട് പോണില്ല, നമ്മള് മേളിലോട്ട് പോണല്ലോ. ഇതെന്താ ഫ്രണ്ടിലോട്ട് പോകാത്ത? അതാ എന്റെ ചോദ്യം. എന്റെ ചോദ്യം ഇത് ഫ്രണ്ടിലോട്ട് പോണില്ല. ഇത് യൂട്യൂബ്സിന്റെ മണ്ടവശല്ലേ ഇത്? ഇതിന്റെ ഉദ്ദേശിച്ചത്. അണ്ണ ഇപ്പൊ തന്നെ ഇറങ്ങോ? ഇല്ല
അണ്ണാ ഗ്യാങ് വണ്ടിക്ക് ഒരു പ്രശ്നം ഉണ്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം അണ്ണാ അന്നെ ഇതൊന്ന് കാണണം അണ്ണാ. കാണിച്ചു തരാം. നമുക്ക് എങ്ങോട്ടാ പോകണ്ടേന്ന് അറിയോ ഗ്യാങ് ഹൗസിലോട്ട് പോകാൻ? അടത് അട ലെഫ്റ്റ് ഇന്ന് നേരെ വിട്ടോ നേരെ അണ്ണ താത്തി ഓടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് താത്തി ഓടിച്ച പെട്ടെന്ന് എത്തുവോ? സ്പീഡ് കൂടുതലാ ഇതെങ്ങനെ എങ്ങനെ താത്തുന്ന ഇത്? അണ്ണ ഇത് മൗസ് നേരെ നെക്കിയിട്ട് നേരെ പൊക്കി വിട അണ്ണ. പൊക്കി വിടുമ്പോ ഫ്രണ്ടിലോട്ട് പോവല്ലേ? നേരെ പൊക്കി വിടും. ആ അങ്ങനെ അത് തന്നെ അങ്ങനെ കുത്തി പിടിച്ചോ. നമ്മളിപ്പോ മൂവ് ചെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഇത് ഞാൻ സേഫ് ലാൻഡ് ചെയ്യിക്കുന്നു. നോക്കിയോ, ഇതാരാ? മിയു ആരാ? മിയോറ മിയൂന്നാണ് അണ്ണ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. റേഡിയോ നോക്കടാ, റേഡിയോയിലും പേരാടാ, ഞാനല്ല. എന്താ സ്നൈപ്പേ? അണ്ണാ റേഡിയോ ഇല്ല, ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്. എഫ് ഞെക്കിയ സ്പീഡ് ബൂസ്റ്റ് പോടാ മുണ്ടച്ചി. GTA കളിക്കാൻ 5 വർഷമായി ഞാൻ. എഫ് ഞെക്കിയ സ്പീഡ് ബൂസ്റ്റ് എന്ത്? ഇത് ഒരിക്കലും എത്തൂല. ഈ ഹെലിയൊക്കെ എങ്ങനെ വാറിന്റെ ഇടയില് താത്തി ഓടിച്ചാ പെട്ടെന്ന് സ്പീഡ് തോന്നുന്ന കൂടെ താത്താം. വേറെ ഗ്യാങ് ഹൗസിലൊന്നും പോയി വീഴത്തില്ല കോച്ച്. നിങ്ങൾ ചില്ലായിട്ട് വേറെ ഗ്യാങ് ഹൗസിൽ പോയി വീഴുന്നത് അത്ര വിശ്വാസമില്ലേ കോച്ച് എന്റെ? ഈ അപ്പാപ്പൻ എങ്ങനെയല്ലേ ഹെലി ഓടിച്ച് ഹെലി കണ്ടാലേ ഇപ്പൊ എനിക്ക് പേടിടാ. ஏன்னா லாஸ்ட் வரல അപ്പാപ്പൻ ഹെലി സെത്തിട്ട് മണ്ടയില ഇറക്കി. ലാസ്റ്റത്തെ വാറക്കെണ്ണം മിസ് ചെയ്ത് വരാൻ പറ്റിയില്ലടാ. 2 വാറെണ്ണം മിസ് ചെയ്യില്ല. നമ്മൾ ഇറങ്ങാറായ നമ്മള് വണ്ടിയിൽ നിന്ന് ഇറങ്ങാറായ. நான் எப்படி செத்துன்னு தெரியுமாடா அதுல லாஸ்ட் ஓவர்ல? இது இப்ப தெரியும். ഇപ്പൊ അതേപോലെ നമ്മള് ഇറങ്ങാനുള്ള പോയിന്റ് ഞാൻ കണ്ടേ, എന്റെ കണ്ണിൽ വന്നേ. കണ്ടേ ഓ, ഇതൊന്ന് ഇറക്കിയിട്ട് അങ്ങോട്ട് കേക്കാവോ? கேட்காம். ஓ சீரியஸா கான்சென்ட்ரேட் பண்றான். അത്രേ ഉള്ളൂ. സെക്സി. ഓ, ഇതാണ്ട് ഏറ്റവും സ്മൂത്ത് ലാൻഡ് ചെയ്യണേ. ഇറങ്ങി ഇതില് ലാൻഡ് ചെയ്യാൻ പറ്റൂല. ഏറ്റവും സ്മൂത്താണ്. ബാക്കിയുള്ള ആരും വന്നില്ലേ? എടാ അവനെന്ത്? അവരൊക്കെ അവൻ വീണ് അറ്റാക്കി ചത്തെന്ന് തോന്നുട്ടാ സ്നൈപ്പ്. ഓ, ഇതൊക്കെ എന്ത് ലാൻഡ് ചെയ്തൊക്കെ കണ്ടിട്ട് ഛർദിക്കാൻ വരണം. ഹെലി ഓടിക്കാറിനോടല്ലേ? അതില് ഞാൻ ഓടിച്ച പെട്ടെന്ന് എത്തിയല്ലേ. സത്യം, ഒരു ചെറുക്ക് വേറെ അങ്ങോട്ട് പോയി. 2 ഇറക്കം ഉണ്ട് അതിന്. എടാ യൂസ് നമ്മുടെ റേഡിയോ അല്ലല്ലോ. വണ്ടിയുടെ പ്രശ്നം വാ വാ. തുണി